കലാലയങ്ങളിലെ ഇസ്ലാമികവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത്. കേരള എഡ്യൂക്കേഷൻ റൂളിന് പകരം കേരള മുസ്ലിം റൂളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടം KER ആണുള്ളത്. ആ KER അനുസരിച്ചാണ് കാര്യങ്ങൾ സർക്കാർ നിശ്ചയിക്കേണ്ടത്. പക്ഷേ ഇന്നത് MER ആയിട്ട് മാറിയിരിക്കുകയാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ റൂൾസ് എന്ന രീതിയിൽ കേരളത്തിലെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഇസ്ലാമികവൽക്കരണം നടപ്പാക്കാനും തങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ടകൾ നടപ്പാക്കാനുമുള്ള മുസ്ലിം മേലധ്യക്ഷന്മാരുടെ ഒരു ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്ന ഈ ഭരണപരിഷ്കാരങ്ങളെ സർക്കാർ കൊണ്ടുവരുന്ന ആലോചിച്ചുകൊണ്ട് വരുന്ന വിഷയങ്ങളെല്ലാം അവരുടെ മതത്തിൻ്റെ പേരിൽ എതിർക്കുക എന്ന് പറയുന്ന നയമാണ് കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ കാണിച്ചു കൂട്ടുന്നത്. യോഗയ്ക്ക് പകരം സൂംബ കൊണ്ടുവന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ വേഷമിടണമെന്ന് സർക്കാർ പറയുമ്പോൾ അതൊക്കില്ല, ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് മുസ്ലിം വസ്ത്രധാരണം മാത്രം മതി എന്ന രീതിയിൽ അതിനെ എതിർക്കുന്നു. ഇങ്ങനെ ഏത് കാര്യത്തിനും എതിർക്കുന്ന ഒരു നയം CPM-നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് സാധിക്കുന്നുള്ളതാണ് അവരെ വീണ്ടും ഇത്തരത്തിലുള്ള സമ്മർദ്ദതന്ത്രം പയറ്റാൻ വേണ്ടി പ്രാപ്തരാക്കുന്നത്. അതിനെതിരെ ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ചാലോചിക്കുകയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷനുണ്ട്. അനഘ, കലാലയങ്ങളിലെ ഇസ്ലാമികവൽക്കരണം ഇതിന് ഗൂഢശ്രമമുണ്ട്, ഇതിന് സർക്കാരിന്റെ കൂട്ടുമുണ്ട്. ഇനി ഇത് വച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധ സമരമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്താൻ സാധിക്കുക? രാഖി, അതായത് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വരികയാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് കലാലയങ്ങളിലെ ഇസ്ലാമികവൽക്കരണം നടക്കുന്നുണ്ട്, അതിന് ഒത്താശ ചെയ്യുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ്. അതായത് ഈ ഏറ്റവും ഒടുവിൽ സ്കൂൾ സമയമാറ്റത്തിലടക്കം മതസംഘടനകൾ രംഗത്ത് വന്നു. ആ സംഘടനകളുടെ തിട്ടൂരത്തിന് സർക്കാർ വഴങ്ങുന്ന നിലപാട്, എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ U-ടേൺ അടിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത് എന്നാണ് പറയുന്നത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയത്തിൽ, സ്കൂൾ പാഠ്യപദ്ധതി വിഷയത്തിൽ സ്കൂൾ സമയം കാലത്താക്കുന്ന തീരുമാനം, ആ തീരുമാനത്തോടെ രക്ഷിതാക്കളും അതുപോലെ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ സ്വാഗതം ചെയ്തതായിരുന്നു. ആ രാവിലെ സമയം സ്കൂൾ നേരത്തെ ആക്കി കഴിഞ്ഞാൽ സ്കൂളിൽ ഈ ഗതാഗത തടസ്സം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് രക്ഷ നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്ത നടപടികളായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മതസംഘടനകൾ ഈ വിഷയത്തിലൊക്കെ തന്നെ ഇടപെടുകയും ഈ മതസംഘടനകളുടെ ഇടപെടൽ കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ അതേപടി തിരുത്തുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇത്രയും കാലം സ്വീകരിച്ചു വന്നിരുന്നത്. അവരെടുത്തു പറയുന്ന ഒരു കാര്യം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയം അടക്കം ഊന്നിക്കൊണ്ടാണ് അവർ ഈ കാര്യത്തെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ കലാലയങ്ങളിലെ ഇസ്ലാമികവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നൊരു ഗുരുതര ആരോപണമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഇനി വെച്ചു പൊറുപ്പിക്കില്ല. അതായത് കൃത്യമായ ഒരു ഇടപെടൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളെയൊക്കെ തന്നെ ഒപ്പം ചേർത്ത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരം തങ്ങൾ സംഘടിപ്പിക്കും. ഇനി ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ ഏറ്റവും ഒടുവിൽ രംഗത്ത് വരുന്നത്. ഈ അന്താരാഷ്ട്ര സംഘടന അടക്കം അംഗീകരിച്ച ആ യോഗ പോലും സ്കൂളുകളിൽ നിന്ന് മാറ്റി യോഗയ്ക്ക് പകരം സൂംബ കൊണ്ടുവന്നു. ഈ സൂംബയിലും ഇത്തരത്തിൽ സമസ്തയടക്കമുള്ള മതസംഘടനകൾ അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതോടെ ഈ വിഷയത്തിലും സംസ്ഥാന സർക്കാർ U-ടേൺ അടിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മതസംഘടനകൾ കാര്യമായി തന്നെ ഇടപെടൽ നടത്തുന്നു. അവർ സമ്മർദ്ദ തന്ത്രം പയറ്റുന്നു. ഈ സമ്മർദ്ദത്തിന് സർക്കാർ മുട്ടുമടക്കുന്നു എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം അത് വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനുള്ള എല്ലാ നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കലാലയങ്ങളിൽ നടത്തിയിരിക്കുന്ന ഇത്തരം നീക്കങ്ങളെ, പുരോഗമനപരമായ പല തീരുമാനങ്ങളെയും സംസ്ഥാന സർക്കാർ കൊണ്ടുവരുമ്പോൾ ഇത്തരം മതസംഘടനകളുടെ തിട്ടൂരത്തിന് സംസ്ഥാന സർക്കാർ വഴങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നറിയിപ്പ് നൽകുന്നത്. രാഖി.